എനിക്ക് പുള്ളിക്കാരൻ നാട്ടിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറ്റേ കാര്യമെല്ലാം ഇവിടെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കാര്യവും സുഖമായിട്ട് നടക്കുന്നുണ്ടോ? ഇതാ ഇവിടെ അമ്മായി അച്ഛനെ എന്നാ വലിയ കാര്യ. പിന്നെ അത് എനക്കും ഇഷ്ടാന്നേ, എനക്കും വലിയ കാര്യ. അതെന്താ ഇത്ര വലിയ കാര്യം? ഒന്നുമില്ല, എന്റെ കാര്യങ്ങളെല്ലാം പിന്നെ അദ്ദേഹം നല്ലോണം നോക്കി നടത്തുന്നുണ്ട്. എന്നാ എന്റെ ആഗ്രഹവും അതെല്ലാം ചെയ്തു തരും. എന്നെ എവിടെയെങ്കിലും കൂട്ടി പോണ്ടിരിക്കുകയെ എന്തെങ്കിലും വാങ്ങിത്തരണ്ടിരിക്കുകയെ എല്ലാം ചെയ്തു തരും. അതെങ്ങനെ അമ്മായി അച്ഛൻ ഇത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തിട്ട്, എന്നാലും പുള്ളിക്കാരനില്ലാതെ കാര്യങ്ങളൊന്നും നടക്കുമോ അതിന്റെ? എല്ലാം നടക്കും. കല്യാണം കഴിയാതെ രണ്ട് ഏട്ടന്മാരുണ്ട്. സർക്കാർ ജോലിയില്ല, അതുകൊണ്ട് അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവരെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല? ഇല്ല, അവരെ കാര്യമെല്ലാം ഞാൻ തന്നെ നോക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നാ വലിയ കാര്യമാണ്. അല്ല, ഇതും എനിക്ക് മനസ്സിലായില്ല. അവരെ കാര്യമെല്ലാം നീയാ നോക്കുന്ന പറഞ്ഞാൽ എങ്ങനെ, വീട്ടുകാര്യങ്ങളാണോ? വീട്ടുകാര്യങ്ങളും നോക്കുന്നുണ്ട്, അതിനിടക്ക് എല്ലാ കാര്യവും ഞാൻ നോക്കും. അതെങ്ങനെ? അവർക്ക് എന്നോട് വലിയ താല്പര്യം അതുകൊണ്ട്. എല്ലാ കുട്ടി, അത് നിന്റെ ഭർത്താവിന്റെ ഏട്ടന്മാരല്ലേ, അതിനപ്പുറം എനിക്കൊന്നും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അവര് കുറച്ച് ഇതൊന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. പിന്നെ അമ്മായിയമ്മ വെച്ചിട്ട് കുറച്ചായി ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, അദ്ദേഹത്തിന്റെ കാര്യം നോക്കണ്ട, എല്ലാ കാര്യം നോക്കണം. പക്ഷെ എന്ത് കാര്യം നീ പറയുന്നു എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം സുഖമുണ്ട് എന്ന് പറയുന്നു, അതെന്താണ്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യം എന്ന് പറഞ്ഞാല് വീട്ടിലെ കാര്യവും അദ്ദേഹത്തിന്റെ കാര്യവും പിന്നെ രാത്രി പിന്നെ എന്നെ റൂമിൽ വിളിക്കും അമ്മയൊക്കെ. എന്തിനാന്നറിയാ, കാലിൽ തൈലം തട്ടിക്കൊടുക്കുന്നത്. ഇപ്പം തൈലം കാലിന് മാത്രമല്ല, ഇപ്പൊ ഒട്ടാകെ തട്ടിക്കൊടുക്കുന്നു. അപ്പൊ നീ പറയുന്നത് അതന്നെ, ശരീരത്തിൽ മൊത്തം തട്ടിക്കൊടുക്കലായി. എന്തായാലും അതെങ്ങനെയാണ് എല്ലടും അതെങ്ങനെ ശരിയാ? അപ്പോ നീ അവരെ എന്നുവെച്ചാ അയാൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും നീ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാ? നീ ഉദ്ദേശിക്കുന്നതന്നെ. പക്ഷെ അതെങ്ങനെ എനിക്ക് നിന്നോട് പറയാൻ പറ്റും? അതെന്താന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? അമ്മായിയച്ഛന് നല്ല വലിയ കാര്യമാണ്. മറ്റേ അദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ, ഇപ്പൊ ഏതാണ്ട് ഒരു ആണുങ്ങൾക്ക് എന്തെല്ലാം കാര്യമുണ്ടോ? അല്ല, അതൊക്കെ ശരി തന്നെ. അപ്പോ അദ്ദേഹം കുറച്ച് രീതിയിലെല്ലാം നോക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന് പ്രായമില്ലേ? 10-65 വയസ്സില്ലേ? പ്രായമുണ്ടെങ്കിൽ കാണാൻ മോശമൊന്നുമില്ലല്ലോ. ഇല്ല, അന്നേരം ഈ വക കാര്യങ്ങളില് എല്ലാം അയാൾക്ക് ഇപ്പൊ ആവശ്യമുണ്ട്. കുറെ ആയില്ലേ ഒറ്റക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാനെല്ലാം കണ്ടാർന്ന് ചെയ്യണ്ടേ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, പിന്നെ ഏട്ടന്മാരെന്നെങ്കിലും അങ്ങനെ തന്നെയാ. അവര് കല്യാണം കഴിക്കാതുകൊണ്ട് ഒറ്റക്കല്ലേ ഉള്ളൂ. അല്ല, ഇതെല്ലാം എങ്ങനെ നിന്നെ കൊണ്ട് സാധിക്കുവോ? ഒരു ദിവസമൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും ഞാൻ ഓരോ ദിവസമാണ്. അല്ല, അവർക്ക് നേരം ഇത് പരസ്പരം അറിയാം അവര് തമ്മില്? ഇത് അമ്മ പരസ്പരം അറിയണമെന്നില്ല, ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരെടുക്കുക. അല്ല, നേരം അപ്പം നിന്റെ ഇത് കെട്ടിയോ ഇത് അറിയുന്നുണ്ടോ? ഹസ്ബൻഡ് ഇത് അറിയുന്നുണ്ടോ? ഒന്നും അറിയില്ല. അതൊന്നും അറിയില്ലായിരിക്കും. ഇല്ല, അതൊന്നും അറിയില്ല. അപ്പൊ അവനൊക്കെ ഇത് അറിഞ്ഞാലോ? എങ്ങനെ അറിയാനാ? ഇവര് പറയാനാ?
അല്ല അഥവാ ഇവരെന്തെങ്കിലും പറഞ്ഞു പോയാലോ? ഒന്നും പറയില്ല, അങ്ങനെയൊന്നും പറയില്ല. എല്ലാം നിനക്കെന്നാല് ഇവന്മാരെ പെണ്ണ് കെട്ടിക്കാൻ നോക്കാം. എങ്ങനെയെങ്കിലും പെണ്ണ് കെട്ടാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? സർക്കാർ ജോലി കിട്ടാതുകൊണ്ട് ഇപ്പം ഇത് കല്യാണം കഴിക്കാൻ പെൺപിള്ളേർ കിട്ടുന്നുണ്ടോ? നീ അതുകൊണ്ട് ഇനിയിപ്പം കല്യാണം കഴിച്ചിട്ട് വലിയ കാര്യമുണ്ട്. അതെന്താ? ഓ, നിന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യല്ലോ അല്ലേ? അയാൾ കഴിക്കാതെ നല്ലത്. അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡിന് ഇങ്ങോട്ട് പെട്ടെന്ന് വരേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നീ പറയുന്നത്. അയാള് മറ്റേ അല്ല പുള്ളിക്കാരൻ പിന്നെ ഒരു കൊല്ലെത്തുമ്പോ അങ്ങനെയെല്ലാം അല്ലായിരുന്നു. ഞാനും അത് കൂടെ നിൽക്കണ്ടേ? അതെന്തായാലും എന്നെ സമ്മതിക്കണം. പക്ഷെ ഇത് എങ്ങനെ നീ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. എനിക്കതിൽ വേറെ ചമ്മലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. അല്ല അപ്പൊ ഇത് അവരെന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? അതെങ്ങനെയായിട്ട് ഇങ്ങനെ എല്ലാരുമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞേ? അരി ഞാന് അവിടെ പെണ്ണ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അമ്മയൊക്കെ മറ്റേ ഇങ്ങനെ എന്നെ കാലിന് ഇങ്ങനെ തടയി കൊടുക്കാനും പിടിച്ചു കൊടുക്കാനും മറ്റേ തൈലം പൊട്ടിക്കൊടുക്കാനും. തൈലം പറ്റുന്നത് വൃത്തിയാണേ. അതാ ഞാനൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പൊ കുളിക്കുമ്പോ ഒന്ന് കുറച്ച് സോപ്പ് വെച്ച് കൊടുക്കാനും വിളിക്കും. അപ്പൊ അന്നേരം എല്ലാ പരിപാടിയും നടക്കും. അങ്ങനെ ഇതായി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് സന്തോഷം അല്ലേ? പ്രശ്നമൊന്നുമില്ല. അല്ല അപ്പൊ ഈ ഏട്ടന്മാര് അവരൊക്കെല്ലാം അവര് ജോലിക്ക് പോകണ്ടേ? അവര് ജോലിക്ക് പോകും. പകലല്ലല്ലോ, രാത്രിയല്ലേ. എന്താണല്ലേ നീ? അല്ല നിന്റെ ഒരു കാര്യം ഉഷാറാണല്ലോ. ആരോടെങ്കിലും എല്ലാം പറയുവോ? ഞാൻ ആരോടും പറയാന്നില്ല. എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞു നടക്കുന്നു. നീ ആള് ഭയങ്കരാണല്ലോ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് എത്ര കാലം ഞാൻ നിൽക്കുവോ? അതേ പുള്ളിക്കാരനോട് ഞാൻ നാട്ടിലൊന്നും ഉണ്ടെന്ന് നോക്കി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പറ്റൂല. ഇനിയിപ്പോ ഏട്ടന്മാരെ നിന്റെ ഹസ്ബൻഡ് എനിക്ക് വരാൻ പാടില്ലെന്ന് ഇങ്ങനെയാണെങ്കിൽ അറിയില്ലേ? അങ്ങനെ ചെയ്യുന്നില്ല. അന്നേരം പിന്നെ എല്ലാം അല്ല അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവർക്കൊന്നും കിട്ടൂലല്ലോ. ഇവരെ കാര്യങ്ങൾ നടക്കുക. ഒരു മാസം അങ്ങനെയല്ലേ നിൽക്കൂ നാട്ടില്.